മക്കളെ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഇന്ന് ഷാനവാസിന്റെ ചീട്ടിങ്ങനെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ലാലേട്ടൻ്റെ മുന്നിൽ ഷാനവാസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും ലാലേട്ടന് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് പുള്ളി. പക്ഷേ ലാലേട്ടനോട് തിരിച്ച് ദേഷ്യപ്പെടും. ലാലേട്ടനൊന്നും പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും പറയാനോ ഷാനവാസ് സമ്മതിക്കുന്നില്ല. ലാലേട്ടൻ പൊരിച്ച് നല്ല രീതിയിൽ ഷാനവാസിന് അടിപൊളിയായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഷാനവാസിനും തിരിച്ച് ലാലേട്ടനോട് ദേഷ്യം വരുന്നത് മോശപ്പായിരുന്നു. പക്ഷേ ലാലേട്ടന് വിട്ടുകൊടുത്തിട്ടില്ല. ലാലേട്ടൻ അടിപൊളിയായിട്ട് ഇതുണ്ട്. അതുപോലെ തന്നെ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് ഷാനവാസ് കുളമാക്കിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഉമ്മയും പറയുന്നുണ്ട് ഷാനവാസ് കുളവാക്കി. ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞത് എന്താണെന്നറിയാം? ഷാനവാസ് പറഞ്ഞത് ഇത് എനിക്കുള്ള പണിയാണെന്ന് വിചാരിക്കുന്നത്. ഷാനവാസിന് മാത്രം എന്ത് ഇത്ര പണി തരാം? ഷാനവാസ് ആരാ അവിടുത്തെ? മനസ്സിലാകുന്നു. ഷാനവാസ് ആരാ? ഷാനവാസിന് മാത്രം പണി തരാൻ അക്ബർ തന്നതാണ്. അക്ബർ ഓക്കെ, അവർ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ മറ്റേനും ഒക്കെ എല്ലാവരോടും ഉള്ളപ്പോൾ സമയത്ത് ഗ്രൂപ്പ് കളിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം അക്ബർ അങ്ങനെ കളിക്കുന്നൊന്നുമില്ലല്ലേ. ഷാനവാസ് പണ്ടത്തെ കൊണ്ടോ കാര്യം വെച്ചിട്ട് ഇപ്പം അക്ബറിന് നേരെ തിരിയും. ഇതിപ്പം ഈ ഷാനവാസിൻ്റെ ഈ ഒരു വാക്ക് കാരണം അക്ബറിനാണ് വോട്ട് കൂടാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ മറ്റേ ആര്യനെ പിടിച്ച് തള്ളി അടിക്കാൻ ചെന്നില്ലേ, അത് ചോദിച്ചു. ഒക്കെ ചോദിച്ചു. ഇന്ന് ഷാനവാസിനെന്ന് വെച്ചാൽ ഇന്ന് പ്രേക്ഷകർക്കെല്ലാം സൂപ്പർ സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചോദിക്കാതിരുന്ന ചോദ്യമാണ് ലാലേട്ടൻ ഇന്ന് ഷാനവാസിന് കൊടുത്തത്. അതുപോലെ തന്നെ PR വർക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുമോളെക്കുറിച്ച് അപ്പോൾ അതൊരു വേറെ രീതിയിലാക്കി പറഞ്ഞു. അനീഷിനെ പൊരിച്ചു കേട്ടോ. അനീഷിന് PRനെ കുറിച്ച് അറിയത്തേ ഇല്ലെന്നാണ് പറഞ്ഞത്. അതെന്തുവായാലും PRനെ കുറിച്ച് അനീഷിനുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം മുമ്പല്ല ബിഗ് ബോസ് നിന്ന് വിളിച്ചത്, 12 ദിവസം 14 ദിവസത്തിന് മുന്നാണ് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അനീഷിൻ്റെയും ഒരുവിധം ചീട്ട് കീറിയിട്ടുണ്ട് ഇന്ന്. അതുപോലെ ആദിലയ്ക്കും നല്ല പണി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അനുമോളോട് നല്ലൊരു സോഫ്റ്റ് കോർണറിലാണ് നിന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അനുമോൾ ഈ വീക്കിൽ നല്ലൊരു പേരാണ് കിട്ടിയത്. കാരണം PRൻ്റെ കാര്യം തുറന്ന് പറഞ്ഞ പോലെ സംഭവം തന്നെ അനുമോൾ ടാസ്ക് നല്ലോണം കളിച്ചു. പിന്നെ നമ്മുടെ സാബു മോനെ പിടിച്ച് കണ്ടത് അനുമോളാണ്. സെക്കൻഡ് തേർഡിൽ വന്നേക്കുന്നത് അനുമോളോട് മാത്രം. ഷാനവാസ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ട് ഓർത്ത് ഷാനവാസ് ടാസ്ക് കുളവാക്കിയെന്ന് മാത്രമല്ല എല്ലാവരോടും ചെന്ന് സീക്രട്ട് ടാസ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ. ഷാനവാസ് വന്നിട്ട് ഒരു കൂലക്കുമില്ല. ഈ അടുത്ത ആഴ്ച എങ്ങനെ നന്നായ നല്ലത്. ആദിലെ അടിച്ച കാര്യം പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് ഇനി തൊട്ട് ആങ്ങളെ പെങ്ങളെ കളിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവായാലും ഷാനവാസിന് അടുത്ത ആഴ്ച മാറുമെന്നൊന്നും കരുതില്ല. ഇനി ചിലപ്പം എടി പോടാ വിളി നിർത്തുമായിരിക്കും. ചിലപ്പം അമ്മ അച്ഛനും വിളിക്കുന്നത് നിർത്തുമായിരിക്കും. വീട്ടുകാരെ പറയുന്നത് നിർത്തുമായിരിക്കും. പക്ഷേ വേറെ കുത്തിരിപ്പൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഷാനവാസിൻ്റെ. എനിക്ക് അനുമോള് കളിക്കുമായിരിക്കും ഇനി തൊട്ട്. ബാക്കി എല്ലാവരും ഇനിയും ഷാനവാസിനെതിരായിട്ട് കളിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവായാലും ഇന്നത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ്. ലാലേട്ടൻ ഒന്ന് പൊളിച്ചിങ്ങനെ വേണം ലാലേട്ട ചോദിക്കണം. അത്രയ്ക്കുണ്ട് ഷാനവാസുള്ള പേഴ്സണലായിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എല്ലാവരും ഇനിയിപ്പോൾ എനിക്കിപ്പം PR വന്നിട്ട് എന്നെ തല്ലിക്കൊല്ലണ്ട. ഷാനവാസിനോട് പേഴ്സണലായിട്ട് എനിക്കൊരു കുഴപ്പമില്ല, ഒന്നുമില്ല. പക്ഷെ ഷാനവാസ് കാണിക്കുന്ന ഈ വലിയ രാജാവ് കളിയുണ്ടല്ലോ, തീരെ ശരിയല്ല. എന്തോ ഒരു ഷാനവാസാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പെരുമാറുന്നത്. എന്തായാലും ലാലേട്ട താങ്ക് യു സോ മച്ച് ലാലേട്ട. അടിപൊളിയായിരുന്നു ലാലേട്ടൻ. ഇന്നത്തെ മാർഗ്ഗം എന്തെങ്കിലും ഇന്ന് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇന്ന് വോട്ടിംഗ് ഉണ്ടായിരുന്ന ലാലേട്ടന് കൊടുത്തേനെ വോട്ട്. ഇന്ന് ലാലേട്ടൻ്റെ വോട്ടിംഗ് ലാലേട്ടനുണ്ടായിരുന്നു. ലാലേട്ടനായിരുന്നു ഫുൾ വോട്ടും. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു കേട്ടോ. ഷാനവാസിന് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി നാളെ ഇനി എന്തുവാന്ന് അറിയത്തില്ല കേട്ടോ. നാളെ എന്താണ് പറയുന്നത്, നാളെയും കിട്ടുമായിരിക്കും ഷാനവാസ് എന്ന് അറിയത്തില്ല. എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു. കുഴപ്പമില്ല. എന്നിട്ട് ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും അങ്ങനെ ഈ പോടാ വെളി കളിച്ചവർക്ക് ഇല്ല, വേറൊന്നും ഇല്ലായിരുന്നു. PR-ഉം അനീഷിൻ്റെ കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഒരു കാര്യം, അനീഷിനോട് ചോദിച്ചു ഇതുപോലെ ആരെ സേവ് ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അനീഷ് സത്യസന്ധമായിട്ട് പറഞ്ഞു ഷാനവാസിൻ്റെ പേര് പറഞ്ഞു. പക്ഷേ ഷാനവാസോ പേര് പറഞ്ഞ അനുമോടെ. അവിടെ തന്നെ പാളിയില്ലേ ഫ്രണ്ട്ഷിപ്പ്. ഇതെങ്കിലും കണ്ടിട്ട് അനീഷിനും കളിച്ചാൽ നല്ലത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അനീഷ് നടക്കുന്നു. ഇതെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അനീഷ് കേട്ടോ. ഇതെങ്കിലും അനീഷ് മനസ്സിലാക്കി കളിച്ചില്ലെങ്കിൽ അനീഷ് പോക്കാം കേട്ടോ. ഇനിയെങ്കിലും അറിഞ്ഞു കണ്ട് കളിക്കുക. ഇത്രയുള്ള ആൾ. എന്തായാലും
ഷാനവാസ് ഇനി തൊട്ട് നല്ലോണം കളിക്കുമെന്ന് വിചാരിക്കുന്നു. ഷാനവാസ് മാത്രമല്ല മറ്റുള്ളവരെല്ലാം ഇത് കണ്ടറിഞ്ഞിട്ട് കളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.